രാമായണ ഇതിഹാസത്തിൽ ശ്രീരാമൻ നായയ്ക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു ഭാഗവുമുണ്ട്. വാൽമീകി രചിച്ച രാമായണ ഉത്തരഖണ്ഡത്തിൽ 59-60 അധ്യായങ്ങൾക്കിടയിൽ ഈ കഥ പ്രതിപാദിക്കുന്നു. നീതിന്യായ രാജാവായ ശ്രീരാമൻ തന്റെ രാജ്യത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും നീതി നടപ്പിലാക്കുന്നതിനുമായി തുറന്ന സഭകളിൽ അധ്യക്ഷനാകാൻ തന്റെ വിലപ്പെട്ട സമയത്തിന്റെ ഒരു പ്രധാന ഭാഗം വിനിയോഗിച്ചിരുന്നു. ഒരു ദിവസം നീതി തേടി ഒരു നായ സഭയിൽ പ്രവേശിച്ചു. നായ തെരുവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സന്യാസി വടിയുമായി എത്തി ആക്രമിക്കപ്പെട്ടപ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കിയത്രേ. അതിലൊരു നീതി തേടി ശ്രീരാമ സദസ്സിൽ വാദിക്കാൻ നായ എത്തിയതാണ്. ഉടൻ ശ്രീരാമൻ സന്യാസിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഹീനമായ പ്രവൃത്തിക്ക് വിശദീകരണം ആവശ്യപ്പെട്ടു. ദിവസേന ഭക്ഷണത്തിനായി യാചിക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്യുന്ന സന്യാസി പറഞ്ഞു, തെരുവ് നായ്ക്കളെക്കുറിച്ച് ആളുകൾ പരാതിപ്പെടുമ്പോഴും നായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് സഹിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. നായയുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ലെന്ന് ധരിപ്പിച്ച് ശ്രീരാമൻ വിധി മൊഴിയാൻ വിസമ്മതിക്കുകയും സന്യാസിക്കുള്ള ശിക്ഷ നായ തന്നെ തീരുമാനിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നായ ഉടൻ തന്നെ സന്യാസിക്കുള്ള ശിക്ഷ വിധിച്ചു. 5 വർഷത്തേക്ക് അടുത്തുള്ള കലിജ്ഞർ ആശ്രമത്തിന്റെ പ്രധാന ഗുരുവാകുവാൻ വിധിക്കുന്നു. അതിൽ ശ്രീരാമന് പോലും ആശ്ചര്യം. നായ അതിന്റെ മുൻജന്മത്തിൽ അതേ ആശ്രമത്തിലെ പ്രധാന ഗുരുവായിരുന്നുവെന്നും അധികാരവും പ്രശസ്തിയും തന്നെ ദുഷിപ്പിച്ചെന്നും സ്വാർത്ഥവും സത്യസന്ധവുമല്ലാത്തതുമായ പല പ്രവർത്തികൾ ചെയ്യുവാൻ ആ സ്ഥാനം ഹേതുവായി എന്നും ധരിപ്പിച്ചു. സന്യാസി നായയെ ചവിട്ടിയപ്പോൾ അതിന്റെ മുൻകാല ദുഷ്പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ നായയ്ക്ക് അനുഭവപ്പെട്ടതായി തോന്നി. കോപവും അഹങ്കാരവും നിമിത്തം സ്വയം ശിക്ഷിക്കുന്ന അതേ ആശ്രമത്തിന്റെ പ്രധാനിയായി സേവനമനുഷ്ഠിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ സന്യാസിക്ക് വേറെ ലഭ്യമാകുകയില്ല.